അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാ. പ്രിയ സുഹൃത്തുക്കളെ, നമുക്കൊക്കെ ഓരോരോ ആവശ്യങ്ങൾ നിറവേറ്റാനും ആഗ്രഹങ്ങൾ സാധിപ്പിച്ചെടുക്കാനും ഉണ്ടാവുമല്ലോ. ഈ റമളാന് നമുക്ക് നമ്മുടെ ആഗ്രഹങ്ങൾ സാധിപ്പിച്ചെടുക്കാനും പ്രയാസങ്ങൾ മാറിക്കിട്ടാനും നിങ്ങൾ ഒന്ന് അള്ളാഹുവിനോട് ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്ത് നോക്ക്. നമ്മുടെ ജീവിതം തന്നെ മാറിക്കിട്ടും. നിങ്ങൾ ഈ ഒരു ദിക്ർ നേർച്ച വെച്ചിട്ട് നിങ്ങൾക്ക് എന്താണോ ആഗ്രഹം അത് നിങ്ങൾ പടച്ച റബ്ബിനോട് ദുആ ചെയ്താൽ ഉറപ്പായിട്ടും നിങ്ങളുടെ ആഗ്രഹം സാധിപ്പിച്ചു കിട്ടും. നമ്മൾ അള്ളാഹുവിനോട് ദുആ ചെയ്യുമ്പോൾ അള്ളാഹു നമുക്ക് ഉത്തരം നൽകും എന്ന ഉറച്ച വിശ്വാസം വേണം. ചിലർ ഒരുപാട് ദുആ ചെയ്ത് എനിക്ക് ഉത്തരം കിട്ടുന്നില്ലല്ലോ, മതി, ഞാൻ ഇനി ദുആ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് നിർത്തിവെക്കുന്നവരുണ്ടാവും. നിങ്ങളൊരു കാര്യം ഓർത്താൽ മതി, നമുക്ക് പടച്ച റബ്ബ് നമ്മളെ പടച്ചിട്ടില്ലേ, അതുപോലെ നമുക്ക് ശ്വാസം കഴിക്കാനുള്ള കഴിവ് തരുന്നില്ലേ, ഭക്ഷണം കഴിക്കാനുള്ള കഴിവ് തരുന്നില്ലേ, ഭക്ഷണം ദഹിക്കാനുള്ള കഴിവ് തരുന്നില്ലേ. ഇതൊക്കെ പടച്ച റബ്ബാണ് നമുക്ക് തരുന്നത്. കണ്ണുകൊണ്ട് കാണാനുള്ള കഴിവ് തരുന്നില്ലേ, സംസാരിക്കാനുള്ള കഴിവ് തരുന്നില്ലേ. നമ്മുടെ ഉമ്മയുടെ ഗർഭപാത്രത്തിൽ നമ്മളെ സൃഷ്ടിച്ചിട്ട് പുറം ലോകത്ത് കൊണ്ടുവന്നിട്ട് നമുക്ക് എല്ലാ സൗകര്യങ്ങളും അള്ളാഹു തന്നിട്ടുണ്ട്. ഈ സൗകര്യങ്ങളൊക്കെ പടച്ച റബ്ബ് നമ്മൾ ചോദിക്കാതെ നമുക്ക് തന്നതാണ്. ഇത്രയും സൗകര്യങ്ങൾ നമുക്ക് തന്നിട്ടും ഇത്രയും അനുഗ്രഹങ്ങൾ നമുക്ക് നൽകിയിട്ടും നമ്മുടെ ചെറിയൊരു ആഗ്രഹങ്ങൾ പടച്ച റബ്ബ് തരൂല എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? നമുക്ക് ആഗ്രഹം എത്ര വലുതുമായിക്കോട്ടെ പടച്ച റബ്ബ് നമുക്ക് ഉറപ്പായിട്ട് സാധിപ്പിച്ചു തരും. ഈ ഒരു വിശ്വാസം നിങ്ങളുടെ കൽബിലുണ്ടെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് ആഗ്രഹം സാധിപ്പിച്ചെടുക്കാനായിട്ട് കഴിയുകയുള്ളൂ. ഒന്ന് ആലോചിച്ച് നോക്കിയേ, നമുക്കൊരു നേരം ശ്വാസം കഴിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഉള്ള അവസ്ഥ, അല്ലെങ്കിൽ ഭക്ഷണം കഴിച്ചിട്ട് അത് ദഹിച്ചില്ലെങ്കിലുള്ളൊരവസ്ഥ. അള്ളാഹു നമുക്ക് ഇത്രയും അനുഗ്രഹങ്ങൾ തന്നിട്ട് നിങ്ങൾ ആരെങ്കിലും അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നുണ്ടോ? അള്ളാഹ്, നീ എനിക്ക് തന്ന അനുഗ്രഹം ഒരുപാട് വലുതാണ്. ഓരോ ദിവസം ഓരോ അനുഗ്രഹങ്ങൾ എണ്ണി എണ്ണി പറഞ്ഞിട്ട് ഹംദ് പറയുന്നുണ്ടോ? ഈ ശീലം നിങ്ങളുടെ ജീവിതത്തിലുണ്ടെങ്കിൽ ഒരുപാട് ഉയർച്ചയിൽ നിങ്ങളെത്തും. നിങ്ങൾക്ക് തന്ന എത്ര ചെറുതുമാവട്ടെ വലുതുമാവട്ടെ അള്ളാഹു തന്ന അനുഗ്രഹങ്ങൾ ദിവസവും നിങ്ങളെ സുബഹി നിസ്കാര സമയത്തും മഗ്‌രിബ് നിസ്കാര സമയത്തും നിങ്ങൾ അള്ളാഹുവിനോട് അൽഹംദുലില്ലാ എന്ന് പറയുക. അള്ളാഹ്, നീ എനിക്ക് ഇന്നലിന്ന അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ടല്ലോ, അൽഹംദുലില്ലാ എന്ന് പറയുക. അങ്ങനെ ഒരു ദിവസം നമ്മൾ ഒരുപാട് അനുഗ്രഹങ്ങൾ എണ്ണി എണ്ണി പറഞ്ഞിട്ട് അള്ളാഹുവിനോട് ഹംദ് പറയുക. ഉറപ്പായിട്ടും നിങ്ങളുടെ ഈ നല്ല നന്ദി പറയുന്ന സ്വഭാവം കൊണ്ട് അള്ളാഹു നിങ്ങൾക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ വീണ്ടും വീണ്ടും ചൊരിഞ്ഞു തരും. അത് ഉറപ്പാണ്. ഈ സ്വഭാവം നമ്മളിൽ ഉണ്ടാക്കിയെടുക്കുക. അടുത്ത ഒരു കാര്യം, നമ്മുടെ ആഗ്രഹങ്ങൾ നിറവേറാൻ ഈ റമളാൻ മാസത്തിൽ നിങ്ങൾ ഈ ഒരു ദിക്ർ നേർച്ച വെച്ചിട്ട് ചൊല്ലി നോക്കി. ഉറപ്പായിട്ടും പടച്ച റബ്ബ് നമ്മുടെ ആഗ്രഹങ്ങൾ നടത്തിത്തരും, പ്രയാസങ്ങൾ മാറ്റിത്തരും. നിങ്ങൾ ചൊല്ലേണ്ട രീതി, നിങ്ങൾ 1444 തവണ നിങ്ങൾ നേർച്ച വെക്കുക. 1444 തവണ നേർച്ച വെക്കുക. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ എന്ന ദിക്റാണ് ചൊല്ലേണ്ടത്. മത്സ്യത്തിൻ്റെ വയറ്റിലായപ്പോൾ പുറത്ത് വരേണ്ടി വന്ന ഈ ഒരു ദിക്റാണ് നമ്മൾ ചൊല്ലേണ്ടതിൽ 1444 തവണ ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ ഒറ്റ ഇരിപ്പിൽ ചൊല്ലി തീർത്തിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. രാവിലോ പകലിലോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയത്ത് ചൊല്ലാം. നിങ്ങൾ നേർച്ച വെച്ച് ഒറ്റ ഇരിപ്പിൽ ചൊല്ലിയാൽ അത്രക്കും നിങ്ങൾക്ക് പ്രതിഫലം കിട്ടും. ഈ ഒരു ദിക്ർ നിങ്ങൾ നിങ്ങളുടെ ആഗ്രഹനിയത്ത് വെച്ച് അള്ളാ, എൻ്റെ ഇന്നാലിന്ന ആഗ്രഹം നിറവേറ്റി തരണേ, എൻ്റെ ഇന്നാലിന്ന പ്രയാസങ്ങൾ മാറ്റിത്തരണേ എന്ന് ഈ ഒരു ദിക്ർ നിങ്ങൾ നേർച്ച വെച്ചിട്ട് നിങ്ങളൊന്ന് ചൊല്ലി തീർത്ത് നോക്ക്. എന്നിട്ട് പടച്ച റബ്ബിനോട് ആത്മാർത്ഥമായിട്ടൊന്ന് ദുആ ചെയ്ത് നോക്ക്. ഉറപ്പായിട്ട് നിങ്ങളുടെ ആഗ്രഹം പടച്ച റബ്ബ് നടത്തി തരും. അത് ഉറപ്പാണ്. ഇത് ഒരുപാട് പേർക്ക് ഫലം കിട്ടിയ ഇസ്ലാമിക ടിപ്സാണ്. എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഒരുപാട് ഫലം കിട്ടിയിട്ടുണ്ട്. ഈ ഒരു ദിക്ർ ചൊല്ലിയാൽ നമുക്ക് ഇഹത്തിലും പരത്തിലും വിജയം കിട്ടും. ദുനിയാവിൽ ഒരുപാട് നമുക്ക് അനുഗ്രഹങ്ങൾ വന്നു ചേരും. ഇന്നു മുതൽ ഈ ഒരു ദിക്ർ നിങ്ങൾ ചൊല്ലി നോക്കുക. ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഫലം കിട്ടും ഇൻഷാ അല്ലാഹ്. വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. അസ്സലാമു അലൈക്കും.